ഇറാനിലെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നതിനിടയിൽ അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന അഭ്യൂഹം മേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞത്. ഇസ്രായേൽ ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇറാനെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും ഇറാന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവരാനാകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ US പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. അതേസമയം ഗാസയിലെ യുദ്ധാനന്തര ഭരണം സംബന്ധിച്ച് US നേതൃത്വത്തിലുള്ള പദ്ധതികളെക്കുറിച്ചും നെതന്യാഹു സംസാരിച്ചു. തുർക്കി ഖത്തർ സൈനികരെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന സമാധാന സമിതിയിൽ തുർക്കി ഖത്തർ ഉദ്യോഗസ്ഥരെ പങ്കാളികളായി പരാമർശിച്ചിരുന്നു. ഗാസയിൽ തുർക്കിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള പങ്കാളിത്തത്തെ ഇസ്രായേൽ ആവർത്തിച്ച് എതിർത്തിട്ടുണ്ട്. കൂടാതെ ഖത്തറുമായി ഇസ്രായേലിന് അസ്വസ്ഥമായ ബന്ധമാണ് ഉള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കാന ന്യൂസ്.